സംശയം. വന്ദന എന്താ ആലോചിക്കുന്നത്? കുറ്റം സമ്മതിച്ച ജഗന്റെ ഭാര്യയാണല്ലോ വന്ദന. എന്താ ജഗൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന എന്റെ നിഗമനത്തെക്കുറിച്ച് വന്ദനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ജഗനാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ വിശ്വാസം ശരിയല്ല എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നു. തോന്നാനുള്ള കാരണം? ജഗന്റെ കാറ് രാജീവ് സാറിന്റെ കാറിൽ ഇടിക്കുന്നതിന് മുൻപ് മറ്റേതോ കാറ് രാജീവ് സാറിന്റെ കാറിനെ ഇടിച്ചിട്ടുണ്ടാവുമെന്നാ ജഗൻ സംശയം പറയുന്നത്. അപ്പോ ആ വാഹനത്തിന്റെ ഡ്രൈവറല്ലേ യഥാർത്ഥ കുറ്റവാളി? ജഗൻ ഉണ്ടായ സംശയം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥയെ എനിക്കും ഉണ്ടായത്. അത് പക്ഷെ യാദൃശ്ചികമാവാം. പക്ഷെ ആ സംശയത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ വന്ദനെ? യഥാർത്ഥ കുറ്റവാളി കുറ്റം ചെയ്തിട്ട് തെളിവുകൾ നശിപ്പിച്ചു. എന്നിട്ട് എല്ലാ തെളിവുകളും ജഗൻ എഗെയിൻസ്റ്റ് ആയിട്ട് മനഃപൂർവ്വം യൂസ് ചെയ്യുകയും ചെയ്തു. അണിയറയിൽ നിന്ന് കരുനീക്കങ്ങൾ നടത്തുന്ന യഥാർത്ഥ കുറ്റവാളി ആരാണെന്നുള്ള രഹസ്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷെ അത് ഞാൻ തെളിയിച്ചിരിക്കും. എന്റെ ഫ്രണ്ടും വന്ദനയുടെ ഹസ്ബൻഡുമായ ജഗന്റെ ഇന്നസെൻസ് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. ജഗനുണ്ടായ സംശയത്തിന്റെ തുമ്പ് നിരപരാധിത്വത്തിനുള്ള തെളിവായിട്ട് ഞാൻ മാറ്റും. വന്ദന സമാധാനമായിട്ട് പൊക്കോ. ഇനിയും ചിലപ്പോ നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. എങ്കിൽ വന്ദനയും ജഗനും പൂർണ്ണമായിട്ടും കോപ്പറേറ്റ് ചെയ്യണം. എത്ര വേണേലും സഹകരിക്കാം. എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു. പിന്നെ വർഷയുടെ വിവരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ പാറമടയിൽ നിന്നും താഴേക്ക് വീണവരുടെ ജഡം പോലും കിട്ടിയിട്ടില്ല. മുൻപ് ഈ ലവേഴ്സിന്റെയൊക്കെ സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു അത്. അഗാധമായ കൊക്കയിലേക്ക്, അതും 1000 അടിയോളം താഴ്ചയിലേക്ക് വീണ പിന്നെ ഒരു അറിവും കിട്ടില്ല. മലയടിവാരത്തിലേക്ക് പോവാനായി കാടും മലയും പുഴയും താണ്ടി എത്തുക അതികഠിനമാണ്. ആ വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു തടസ്സവും. അവിടേക്ക് പോയ ഉദ്യോഗസ്ഥരൊന്നും ആരും ഇതുവരെ തിരികെ എത്തിയിട്ടുമില്ല. ഏതായാലും അന്വേഷണം തുടരും. സഹോദരി വർഷയുടെ മരണാനന്തര ചടങ്ങ് അടുത്ത ദിവസം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കാം. അതിന് ജഗന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ ആ ഒരു സഹായം ചെയ്തെന്ന വലിയ ഉപകാരമായിരിക്കും. ഒരിക്കലും എനിക്കതിന് കഴിയില്ല വന്ദന. കോടതി ശിക്ഷിച്ച ഒരാളെ ഞാൻ വിചാരിച്ചാലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ കോടതിക്ക് കഴിയും. ഹലോ സർ, വന്ദന സ്റ്റേഷനിൽ വന്നിരുന്നു. എന്നിട്ട് അപ്പൊ അവളുടെ മനസ്സ് മാറി തുടങ്ങിയെന്നർത്ഥം. ജഗൻ പുറത്തിറങ്ങിയ കേസ് അന്വേഷണം ആകെ താളം തെറ്റും. അത് പാടില്ല. ജഗന്റെ അറസ്റ്റ് മീഡിയക്കാര് വാർത്തയാക്കില്ലല്ലോ. എല്ലാ പത്രങ്ങളിലും വാർത്ത വരണം. ന്യൂസ് ചാനലിൽ വാർത്ത വന്നാൽ ജഗന്റെ കേസ് ഏതറ്റം വരെ പോയാലും പിന്നെ അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. വാർത്തകളെല്ലാം കുറുപ്പ് സാർ ഇടപെട്ട് തടഞ്ഞിരിക്കുക. സാരമില്ല. തന്റെ നമ്പറിൽ നാളെ ആരെങ്കിലും വിളിച്ചാൽ താൻ നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. അതല്ലേ ഏറ്റു സാർ. ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ലടോ. എന്റെ അളിയനും എന്റെ ഭാര്യയുടെ അമ്മയോ ആ ദുഃഖം എന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും താങ്ങാനായിട്ടില്ല. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചറിയിക്കണേ. ഉറപ്പായിട്ടും സാർ. അങ്ങനെ പറയരുത് ഹരിതേ. ഇവിടെ എന്തൊക്കെ തർക്കങ്ങൾ നടന്നാലും പാവം വർഷ
ആരോടും അതൃപ്തിയോ സ്നേഹക്കുറവോ കാട്ടാത്തവള. ആരാ ബലികർമ്മം നടത്തുന്ന? മരിച്ചവരുടെ മക്കളാ നടത്തേണ്ടത്. മക്കളില്ലെങ്കിൽ സഹോദരന്മാർക്കോ രക്തബന്ധമുള്ള മറ്റാർക്കെങ്കിലോ നടത്താം. ബലികർമ്മം മനോജ് നടത്തിയ പോരെ അച്ഛ? കർമ്മയോട് ചോദിക്കണം മോളെ. കർമ്മയോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. ബലികർമ്മം നടത്തുന്ന കാര്യത്തില് തർക്കവും വഴക്കവും ഒന്നുമില്ലാത്ത മനോജ് നടത്തുന്നതാ ഉത്തമമെന്ന് കർമ്മി പറഞ്ഞു. ഹർഷയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതില് ആദ്യമൊക്കെ ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചിരുന്നു. എനിക്ക് സംഭവിച്ചത് തന്നെ അവൾക്കും സംഭവിച്ചല്ലോ എന്നൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഇല്ലാതായപ്പോ അതൊക്കെ ഞാൻ മറന്നു. അവളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ എന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ കർമ്മം ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നന്നായി. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ മോളെ. എന്താ സുചിത്രേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ അച്ഛ. തടസ്സങ്ങളൊന്നും ഇല്ലാതെ കർമ്മം നടന്നാ മതി. ബലികർമ്മത്തിന് വേണ്ട ഉണക്കലരി കിട്ടിയിട്ടുണ്ട് അച്ഛാ. ആ, ഇനി കിട്ടാനുള്ളത് ദർഭപ്പുല്ലും രാമച്ചുവ. അതും വേണം. കർമ്മി തന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും നേരത്തെ തന്നെ വാങ്ങി വെക്കണം. വാ ചേച്ചി.